പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കാം, നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകൾ എന്തൊക്കെയായിരുന്നു എന്ന്. ആദ്യമായിട്ട് വന്നത് 4 തസ്തികകളിലേക്ക് ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നു എന്നുള്ള കാര്യമാണ്. അതിനകത്ത് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതുപോലെ തന്നെ ഫയർമാൻ ട്രെയിനി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകളിലുമൊക്കെ, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കാനഡ, അങ്ങനെ ഒരുപാട് ഷോർട്ട് ലിസ്റ്റുകൾ വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സാധ്യത ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ്, വനിതാ ശിശുവികസന വകുപ്പിൽ, അതുപോലെ തന്നെ ICDS സൂപ്പർവൈസറായിട്ടും പിന്നെ അങ്കണവാടിയിലെ വർക്കറായിട്ടുമൊക്കെയുള്ള സാധ്യതാ ലിസ്റ്റുകൾ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അഭിമുഖം നടത്താനായിട്ട് പോകുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മൈക്രോബയോളജി, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മൈക്രോബയോളജിയുടെ NCA SCST, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്മ്യൂണിറ്റി മെഡിസിൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ തന്നെ പല പല വകുപ്പിലേക്കുള്ളത്, പിന്നെ മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള വെറ്റിനറി സർജൻ ഗ്രേഡ് 2, അങ്ങനെ കുറച്ച് പരീക്ഷകളുടെ അഭിമുഖങ്ങൾ നടത്താൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ ഓൺലൈൻ പരീക്ഷകൾ നടത്താൻ പോകുന്നു എന്നാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മാത്തമാറ്റിക്സ് ടീച്ചർ NCASTയുടെ ഓൺലൈൻ എക്സാംസ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 24 കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങളൊരു വാർത്ത കണ്ടായിരുന്നു, വാഗ്ദാനം ചെയ്യുന്ന ജോലിക്കായിട്ട് കായിക താരങ്ങൾ സമരത്തിലെന്ന് പറഞ്ഞിട്ട്. അത് വേറൊന്നുമല്ല, നമുക്ക് നല്ല പൊസിഷനിൽ അല്ലെങ്കിൽ നല്ല ഉയർന്ന റാങ്കോട് കൂടി ഏതെങ്കിലുമൊക്കെ ഫീൽഡ് അത്ലറ്റിക്സിലൊക്കെ സ്പോർട്സിലൊക്കെ മുൻനിരയിലേക്ക് എത്തിയ കായിക താരങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മികച്ച കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന പദ്ധതി പ്രകാരം 24 കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 2010-14 വർഷങ്ങളിൽ ശേഷിക്കുന്ന ഒഴിവുകളിലേക്കായിരിക്കും ഈ നിയമനം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു വാർത്ത സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2011 ലിസ്റ്റിൽ നിന്ന് 8 പേർക്കും, 2012 ലിസ്റ്റിൽ നിന്ന് 11 പേർക്കും, 2013 ലിസ്റ്റിൽ നിന്ന് ഒരാൾക്കും, 14 ലിസ്റ്റിൽ നിന്ന് 4 പേർക്കുമായിരുന്നു നിയമനം നൽകുക. ഇതിനായി നമ്മുടെ സൂപ്പർ ന്യൂമററ്റി തസ്തിക സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്ത ജോലി നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ കായിക താരങ്ങൾ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയൊക്കെ നമ്മുടെ പത്രങ്ങളിലും തൊഴിൽ മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ 142 പേർക്ക് ഉടനെ നിയമനം ലഭിക്കുമെന്നാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് വേറെ ഒന്നുമല്ല, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് റാങ്ക് ലിസ്റ്റിൽ 142 പേർക്ക് കൂടി ഉടൻ നിയമനം ലഭിക്കും. KSFE, BIVCO, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് 36 പുതിയ ഒഴിവുകളിലേക്കായിരിക്കും, 106 NJD ഒഴിവുകളിലേക്കുമായിരിക്കും നിയമനം. ഇതോടുകൂടി ആകെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 2930 എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമന ശുപാർശയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്കെല്ലാം നിയമനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റിൽ അവശേഷിക്കുന്ന വനിതകൾക്ക് മാത്രമാണ് ഇപ്പോൾ നിയമനം നൽകുന്നതും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ബോർഡിൻ്റെ 142 ഒഴിവുകളെക്കുറിച്ച് പറയുന്ന വാർത്ത എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ള നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജൂലൈയിലെ പ്രധാനപ്പെട്ട പരീക്ഷകളും ഡേറ്റുകളും അപേക്ഷകരുടെയും കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് 10th ലെവൽ പ്രിലിമിനറിയുടെ ഫസ്റ്റ് ഫേസ് ആണ്. അത് നടക്കാനായിട്ട് പോകുന്നത് 2-ാം തീയതിയാണ് അല്ലേ. അതിൽ ഏകദേശം 2 ലക്ഷം ആൾക്കാർ, 2,11,613 പേരാണ് അതിൽ എഴുതാനായിട്ട് പോകുന്നത്. പിന്നെ പ്രോജക്റ്റ് ഓഫീസർ അപ്പൻഡിക്സ് കോപ്പറേറ്റീവിൻ്റെ എക്സാം അത് 6-ാം തീയതി നടക്കുകയാണ്. 3000 പേരാണ് അതിനകത്ത് എഴുതുന്നത്. 10th ലെവലിൻ്റെ സെക്കൻഡ് ഫേസ് നടക്കാനായിട്ട് പോകുന്നത് 16-ാം തീയതിയാണ്. 16/7/2022 അതിലും ഏകദേശം 2,11,000 പേര് തന്നെയാണ് അതിലും എഴുതാനായിട്ട് പോകുന്നത്. പിന്നെ ലേബർ വെൽഫെയർ ഓഫീസർ ട്രാവൻകൂർ ടൈറ്റാനിയത്തിലേക്കുള്ള എക്സാം 19-ാം തീയതി നടക്കുന്നുണ്ട്. 3,400 പേരാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ലൈബ്രറി സർവകലാശാലയിലേക്കുള്ള എക്സാം 21-ാം തീയതി നടക്കും. 3000 പേരാണ്. പിന്നെയുള്ളത് നമ്മുടെ HSSൻ്റെ ഹിസ്റ്ററിയുടെ ടീച്ചറിൻ്റെ എക്സാമാണ്. അത് 22-ാം തീയതിയാണ്. അത് 2000 പേരാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് 23-നാണ്. 9000 പേരാണ് അതിനകത്ത് എഴുതുന്നത്. ഇംഗ്ലീഷ് ജൂനിയർ എക്സാം 23-നാണ്. അതിന് 8000 പേരാണ്. സൈക്കോളജി ജൂനിയർ 26-ാം തീയതിയാണ്. 494 പേരാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ് ജൂനിയറിലേക്ക് വരാനായിട്ട് പോകുന്നത് 3820 പേരാണെന്നുകൂടി ഈ ഒരു എക്സാം ടൈം ടേബിളിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസും PDF-കളൊക്കെ ലഭിക്കുന്നതിനായിട്ട് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.
ഇനി എനിക്ക് പറയേണ്ടത് അൺഅക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നിലവിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സും വളരെ മികച്ച എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരംഭം എന്ന പേരിലുള്ള 55 ദിവസത്തേക്കുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അതിലേക്ക് ഞാനും നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആണ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള SCRT മൊത്തം കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലേക്കുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവലിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഉയരെ എന്ന് പറയുന്ന ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ KS എക്സാമിൻ്റെ ആണ് കേട്ടോ, ഉയരെ. അപ്പോൾ ഇതിനും ഒരുപാട് ആൾക്കാർ, ഇത് പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചാണ്. തീർച്ചയായിട്ടും അതിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിവറേജസ് LD ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിവ്കോ LD എക്സാമിലേക്കുള്ള ജേതാവ് എന്ന പേരിലുള്ള 100 ദിവസത്തെ കോഴ്സ് അവൈലബിൾ ആണ്. അറിവ് എന്ന പേരിലുള്ള 120 ദിവസത്തെ കോഴ്സ്, അത് കേരള SCRT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അറിവ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ പ്ലസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അൺഅക്കാഡമിയിൽ കൊടുക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു കോഡ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ ലഭിക്കാനായിട്ട് HPL10 എന്ന് പറയുന്ന ഈ കോഡ് ഒന്ന് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെ ഉള്ള ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾ അൺഅക്കാഡമിയുടെ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 29% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ പ്ലാൻസ്. ഇതൊക്കെയാണ് കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കോഡ് HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഒരു കുറവിനകത്ത് നിങ്ങൾക്ക് അൺഅക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക, അൺഅക്കാഡമി മെമ്പർ ആവുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പേര് ഹരിശങ്കർ PL എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അൺഅക്കാഡമിയുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ഹരിശങ്കർ PL എന്ന് സെർച്ച് ചെയ്ത ശേഷം പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന അൺഅക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.